നമസ്കാരം. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സംസ്ഥാന സർക്കാരുകൾ പണമടക്കമുള്ള സൗജന്യ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പ്രവണത രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക വികസനത്തിന് തടസ്സമാകുമെന്ന് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ്. വരുമാനമോ സാമ്പത്തിക ശേഷിയോ പരിഗണിക്കാതെ പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരുപോലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ക്ഷേമ നയമല്ല, പ്രീണന നയമാണ് എന്നും ഇതെത്ര കാലം തുടരുന്ന കർശന നിരീക്ഷണവും കോടതി രേഖപ്പെടുത്തി. 2024 വൈദ്യുതി ഭേദഗതി നിയമത്തിലെ ചട്ടം 23 ചോദ്യം ചെയ്ത് തമിഴ്നാട് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വിപുൽ പഞ്ചോലി എന്നിവരടങ്ങിയ ബെഞ്ച്. ചട്ടം 23 പ്രകാരം വൈദ്യുതി വിതരണത്തിന്റെ ചെലവനുസരിച്ചായിരിക്കണം ഉപഭോക്താക്കളുടെ ബില്ല് തയ്യാറാക്കേണ്ടത്. ഈ വ്യവസ്ഥ തമിഴ്നാട്ടിലെ വൈദ്യുതി സബ്സിഡി സൗജന്യ പദ്ധതികൾക്ക് തടസ്സമാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാർ വൈദ്യുതി ബില്ല് ഏറ്റെടുക്കുന്നതിനെ എങ്ങനെ അംഗീകരിക്കാനാകുമെന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ സുബ്രഹ്മണ്യത്തോടെ ബെഞ്ച് ചോദിച്ചു. സൗജന്യങ്ങൾ കാരണം രാജ്യം മൊത്തം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. തമിഴ്നാടിനെ കുറിച്ച് മാത്രമല്ല, മുഴുവൻ ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്ത് തരത്തിലുള്ള സംസ്കാരമാണ് വളർത്തിയെടുക്കുന്നത് എന്നും ആളുകൾക്ക് നേരിട്ട് പണം നൽകിയാൽ പിന്നെ അവർ ജോലി ചെയ്യാൻ തയ്യാറാകുമോ എന്നും കോടതി ചോദിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ആശ്വാസം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നതേയുള്ളൂ. എന്നാൽ പണം അടക്കാൻ കഴിയുന്നവരും കഴിയാത്തവരും തമ്മിൽ ഒരു വ്യത്യാസവും കാണിക്കാതെ ആനുകൂല്യങ്ങൾ നൽകാൻ തുടങ്ങിയാൽ അത് പ്രീണന നയമാക്കില്ലേ എന്നും ബെഞ്ച് ചോദിച്ചു. തമിഴ്നാടിന്റെ ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു.